പ്ലസ് ടു കോമേഴ്സ് ഫാമിലി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്കിനിയുള്ളൂ. അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക. അപ്പം നമ്മൾ എക്കണോമിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്കണോമിക്സിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് മൊത്തത്തിൽ 9 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 9 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് മൈക്രോ ആൻഡ് മാക്രോ ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിനുള്ളത്. ഓക്കെ, വിച്ച് ഇൻക്ലൂഡ്സ് എന്താണ് നമ്മുടെ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സും ഉണ്ട്. ഫസ്റ്റ് ടേം നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ പഠിച്ച നമ്മുടെ മൈക്രോയുടെ 3 ചാപ്റ്റേഴ്സും ഉണ്ട്, പ്ലസ് എന്താണ് ഒരു 6 ചാപ്റ്റേഴ്സ്. ബാക്കി എന്താണ് മൈക്രോയുടെ 2 ചാപ്റ്റേഴ്സും അതേപോലെ മാക്രോയുടെ ഒരു 4 ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ 9 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനും പോർഷൻസിനുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ മിസ് എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞു തരാനായിട്ടാണ്. നിങ്ങൾ ഏതൊക്കെ നിങ്ങൾ മൊത്തം മൈക്രോ എന്നും മാക്രോ എന്നും ഏതൊക്കെ പോർഷൻസ് സ്കിപ്പ് ചെയ്യാതെ എന്ത് പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു പോർഷൻസും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന മൈക്രോ എന്നും മാക്രോ എന്നാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. മൈക്രോയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് പറഞ്ഞുതരും, പോർഷൻസ് പറഞ്ഞുതരും, അതേപോലെ മാക്രോയിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് പറഞ്ഞുതരും. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൈക്രോ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സിന്റെ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, മൈക്രോ എക്കണോമിക്സിന്റെ 5 ചാപ്റ്റേഴ്സ്, അതിലെ 3 ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഓണം എക്സാമിന് കഴിഞ്ഞതാണ്. ബാക്കി 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ക്രിസ്മസ് എക്സാമിനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അല്ലെങ്കിൽ നിങ്ങളോട് പറയും ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ഇത് മൈക്രോ എക്കണോമിക്സ് ആണോ ഇത് മാക്രോ എക്കണോമിക്സ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കും. അങ്ങനത്തെ രീതിയിലുണ്ട്. ഓക്കെ, ആൻഡ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം 8 മാർക്സിനും അതേപോലെ 5 മാർക്സിനും എന്താണ് മറിച്ചും തിരിച്ചും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇതിന്റെ ഗ്രാഫ് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആൻഡ് മറ്റൊന്നാണ് എന്ത് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, എക്സ്പാൻഷനും കോൺട്രാക്ഷൻ കാര്യങ്ങളൊക്കെ, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ്, അത് മെയിനായിട്ട് പഠിക്കുക. അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് സെറ്റിൻ്റെ ബഡ്ജറ്റ് സെറ്റിൻ്റെ പ്രോബ്ലംസും അതേപോലെ ബഡ്ജറ്റ് ലൈൻ്റെ പ്രോബ്ലംസും ഒക്കെ നിങ്ങളൊന്ന് എന്താണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മുടെ തേർഡ് ചാപ്റ്റർ നോക്കുകയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അടുത്താണ് എന്താ വേരിയസ് കോസ്റ്റ് കോൺസെപ്റ്റ്സ് അല്ലെ, പല ക്വസ്റ്റൻസും അല്ല നമ്മുടെ ടോട്ടൽ കോസ്റ്റും അതേപോലെ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും അങ്ങനെ കുറേ ക്വസ്റ്റൻസ് ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. യെസ്, എന്താണ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ആൻഡ് എന്താണ് ഡിറ്റർമിനൻസ് ഓഫ് എ ഫോംസ് സപ്ലൈ കർവ്. ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മുടെ ആ ഒരു ചാപ്റ്ററിലെ മെയിൻ സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ 5th ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്താ ഒരുപാട് ഗ്രാഫും കാര്യങ്ങളുണ്ട്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡ് കൂടും അപ്പോൾ എന്താ സപ്ലൈക്ക് യാതൊരു മാറ്റം ഉണ്ടാകത്തില്ല, ഡിമാൻഡ് കുറയും അപ്പോൾ സപ്ലൈക്ക് യാതൊരു മാറ്റം ഉണ്ടാകത്തില്ല. സപ്ലൈയുടെ കേസ് എടുക്കുകയാണെങ്കിൽ സപ്ലൈ കൂടും, എന്താ ഡിമാൻഡിൽ യാതൊരു മാറ്റം ഉണ്ടാകത്തില്ല, സപ്ലൈ കുറയും, ഡിമാൻഡിൽ യാതൊരു മാറ്റം ഉണ്ടാകത്തില്ല. അതേപോലെ എന്താണ് ഡിമാൻഡ് സപ്ലൈ ഒരുമിച്ച് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഡിമാൻഡ് സപ്ലൈ ഒരുമിച്ച് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഡിമാൻഡ് റൈറ്റിലേക്ക് പോകുമ്പോൾ സപ്ലൈ ലെഫ്റ്റിലേക്ക് പോകുന്നു, ഡിമാൻഡ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ സപ്ലൈ റൈറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ചിലപ്പോൾ 8 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 8 മാർക്സിന് നമ്മളോട് എന്താണ് എല്ലാ ഗ്രാഫും ചോദിക്കുന്നത്, പക്ഷേ എല്ലാ ഗ്രാഫും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരേപോലെ തോന്നും. നമ്മുടെ ഇവിടുത്തെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതേപോലെ ചേഞ്ച് ഇൻ ഡിമാൻഡ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലെ ആ ഒരു ഗ്രാഫും കാര്യങ്ങളും കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കി നോട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാ ഗ്രാഫും ഒന്ന് വരച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് നോക്കാൻ പറ്റണം, രണ്ടുകൂടെ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റണം. ഓക്കെ, ആൻഡ് ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. ഓക്കെ, ഒന്നെങ്കിൽ എന്താണ് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസിയേഷൻ ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും, 8 മാർക്സിന് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും പ്രൈസ് സീലിംഗ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് എഫക്ട്, അല്ലെങ്കിൽ പ്രൈസ് ഫ്ലോർ ആൻഡ് റൈറ്റ് ഇറ്റ്സ് എഫക്ട് എന്നായിരിക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്കിലും പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇവിടം വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് കഴിഞ്ഞു. മൈക്രോ എക്കണോമിക്സ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മാക്രോ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ മാക്രോ എക്കണോമിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ് നമുക്ക് എന്താണ് നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ സംഭവമാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സും മേജർ സെക്ടേഴ്സ് ഓഫ് ആൻ ഇക്കോണമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നോക്കുകയാണെങ്കിൽ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ഥിരം 8 മാർക്സ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെന്താ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ആ ഒരു
ഗ്രാഫും കാര്യങ്ങളൊക്കെ തന്നിട്ട് ചിലപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, അതേപോലെ എന്താണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് നോക്കുകയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതേപോലെ ബാർട്ടർ സിസ്റ്റം, അതിൻ്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മുടെ എന്താണ് ലാസ്റ്റ് ചാപ്റ്റർ മാക്രോ എക്കണോമിക്സിൽ ക്രിസ്മസ് എക്സാമിനുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ. അതിലെന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഇൻ 2 സെക്ടർ എക്കോണമി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മിക്കപ്പോഴും 5 മാർക്സിന് നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നുള്ള സംഭവം. അതേപോലെ മറ്റൊരു സംഭവമാണ് നമ്മുടെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. മൾട്ടിപ്ലയറും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് മൊത്തത്തിൽ എന്താണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട, ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുക. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എഴുതി വെക്കുക, പോസ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അപ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളൊരു അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ എങ്കിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നമ്മൾ അടിപൊളിയായിട്ട് എക്സാം എഴുതും. ഓൾ ദ വെരി ബെസ്റ്റ്.